ചോദ്യം ചോദിച്ചാൽ കൊലം കുത്തിന്ന് വിളിക്കും. പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, മറ്റേ വർത്തമാനം പറയും. ഈ പാർട്ടിയുടെ ഐഡിയോളജിക്കൽ അടിത്തറ എന്നേ തകർന്നു. ഇറ്റ് ഹാസ് നത്തിങ് ടു വിത്ത് കമ്മ്യൂണിസം നോർ മാർക്സിസം. കോൺഗ്രസിൻ്റെ അകത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അത് ആദ്യം പറയുന്ന ആരായിരിക്കും എന്നറിയോ? കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കും. പിണറായിസം എന്ന് പറഞ്ഞാൽ ഒരു ഇൻസെൻറ്റീവ് നെറ്റ്വർക്കാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ജോലി തരാം, പിൻവാതിൽ നിയമനം തരാം. നമ്മൾ സിയാൽ എയർപോർട്ട് കൊണ്ടപ്പോൾ എൻ്റെ നെഞ്ചത്തൂടെ ഞാൻ എൻ്റെ ഈ പ്ലെയിൻ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ ആൾ പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നല്ലോ. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ജെ.എസ്. അടൂർ. താങ്ക് യു. ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. UDF ആദ്യം വലിയ തരംഗമുണ്ടാക്കുമെന്നൊക്കെയുള്ള ഒരു പൊതുപ്രതീതി സൃഷ്ടിച്ചിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലെ ആദ്യഘട്ടത്തിൽ വന്ന ചില പാളിച്ചകൾ LDF ചിട്ടയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും തുടർന്ന് ആദ്യഘട്ട പ്രചരണത്തിലുമൊക്കെ മുന്നിട്ട് നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ഭരണവിരുദ്ധത സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് UDFൻ്റെ ഏക പ്രതീക്ഷ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പാളിച്ചകൾ UDFന് സംഭവിച്ചിരിക്കുന്നു. ആദ്യ തരംഗം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു മങ്ങലേറ്റ് നിൽക്കുന്ന UDFനെയാണോ ഇപ്പോൾ കാണുന്നത്? അല്ല, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ UDFും LDFും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം, LDFിൻ്റെ തീരുമാനങ്ങളിൽ എടുക്കുന്ന ഒരാളാണ്. സെൻട്രൽ കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയും. LDFിൽ പിണറായി വിജയനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അദ്ദേഹം വിധിച്ചു കൊടുക്കുന്ന സീറ്റ് അനുസരിച്ച് തീരുമാനമെടുക്കാം, പെട്ടെന്ന് തീരുമാനമെടുക്കാം. ഈ കോൺഗ്രസ് പൊതുവെ ഒരു നെഗോഷിയേറ്റിംഗ് നെറ്റ്വർക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ സമയമെടുക്കും. കുറച്ചുകൂടെ നെഗോഷിയേഷനുണ്ട്, ബാർഗെയിനിങ് ഉണ്ട്, പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ടുക്ക് എവരിബഡി ബൈ സർപ്രൈസ്. സാധാരണ ഇലക്ഷൻ നമ്മൾ വിഷു കഴിഞ്ഞിട്ടേ ഇലക്ഷൻ വരുത്തുള്ളൂ എന്നുള്ളൊരു ധാരണയിലാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF പതുക്കെ കാര്യങ്ങളൊക്കെ നടത്താം, നമ്മൾ പുതുയൊക്കെ യാത്രയൊക്കെ നടത്തി വരാമെന്നു. ഇത് ഫെബ്രുവരിയിലെ ഇത് ചെയ്ത് തീർത്തായിരുന്നെങ്കിൽ ഈ പ്രോസസ്സ് കുറേ കൂടെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് തീർക്കും എന്നായിരുന്നു കരുതിയത്. പക്ഷേ കോൺഗ്രസ് അല്ലേ പാർട്ടി, ഒരുപാട് 95 സീറ്റും ഉണ്ട്, 200 പേരെങ്കിലും താല്പര്യമുള്ളവരും കഴിവുള്ളവരും കാണും എല്ലായിടത്തും. ഒരേ നിയോജകമണ്ഡലത്തിൽ കുറഞ്ഞത് 2-3 പേരെങ്കിലും നല്ല പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഉണ്ട്. ആ നെഗോഷിയേഷൻ കുറച്ച് സമയം എടുത്തു എന്നുള്ള സത്യം. രണ്ടാമത്തെ കാര്യം, സമയം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വേറൊരു കാര്യം കൂടെ. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ആസാമിലും ബംഗാളിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും ഒക്കെ ഇലക്ഷൻ നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ AICCയിലെ സിസ്റ്റവും കുറച്ച് ഓവർ സ്ട്രെച്ച്ഡ് ആയിരുന്നു. പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അത് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പറയുന്നത് കേരളത്തിലാണ്. അപ്പം നമ്മുടെ കണക്കൂട്ടിൽ ഇത് 16-ാം തീയതി കഴിഞ്ഞ് ഒരു 20-ാം തീയതിയോടുകൂടിയൊക്കെ നടക്കുമെന്നായിരുന്നു. അപ്പം നമുക്ക് കൂളായിട്ട് 4 ആഴ്ച പ്രേരണത്തിന് കിട്ടും. പക്ഷെ ആ കണക്കൂട്ട് തെറ്റിപ്പോയി. ആ ഏർലി അഡ്വാൻറ്റേജ് LDFന് അവർ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി, ഇഷ്ടംപോലെ പൈസയുണ്ട്, പെട്ടെന്ന് നമ്മൾ. പക്ഷെ ആ കാര്യങ്ങൾ UDF പെട്ടെന്ന് കളം പിടിച്ചു. അപ്പം UDFൻ്റെ ഒരു കാര്യം പലർക്കും അറിയാൻ വയ്യാത്തത്, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ എന്തുകൊണ്ടാണ് ഇത്രയും വിജയം നേടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ടറിയാം. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്മാരെയെല്ലാം മാറ്റിയെന്ന് മാത്രമല്ല, ബ്ലോക്ക് പ്രസിഡന്റ്മാരെയെല്ലാം നന്നായി ട്രെയിൻ ചെയ്തു. ആ ട്രെയിനിങ്ങിൽ ഞാൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ഈ ബ്ലോക്കിന് താഴെയുള്ള മണ്ഡലം ഒരു 90% വളരെ ക്വാളിറ്റിയായി. പിന്നെ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് കോൺഗ്രസിന് എല്ലായിടത്തും വാർഡ് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും ഉണ്ട്. അതായത് കോൺഗ്രസിൻ്റെ അടിത്തട്ടിൽ ഉള്ള സിസ്റ്റമെല്ലാം ഇപ്പോഴും ആക്റ്റീവാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ട്രക്ചർ ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ UDF ഒരു 2 ദിവസം താമസിച്ചെങ്കിലും പെട്ടെന്ന് കളം പിടിച്ചു. ഈ നേരത്തെ നമ്മൾ DYFI സ്ട്രീമിലേക്ക് വരുന്ന യുവതയെ ഒരു തലമുറയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ
ഇപ്പോൾ പൊതുവെ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു സൂചനകൾ പുതുതലമുറ, ആ തലമുറയിലെ ചിന്തിക്കുന്ന ഒരു സമൂഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരാകുന്നുവെന്നാണ്. അതിലെന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഈ രക്ഷാപ്രവർത്തനം നടത്തി അടികൊണ്ടൊരാളാണ് തോമസ്. ആലപ്പുഴ നിൽക്കുന്ന 30 വയസ്സേ ഉള്ളൂ. ജനീഷുണ്ട്, അബിൻ വർക്കിയുണ്ട്, പിന്നെ ചാണ്ടി ഉമ്മനുണ്ട്. അങ്ങനെ ഇവരെല്ലാം 40 വയസ്സ് 35 വയസ്സ് അതിൽ താഴെയുള്ള ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി പ്രോസസ്സ് എന്ന് പറയുന്ന സാധനത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് ഒരു ശ്വസിക്കാനുള്ള വായുവുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പലയിടത്തും ഞാനും ശ്രീനാദേവി കുഞ്ഞമ്മയും കൂടാണ് പ്രസംഗിക്കാനും ഉദ്ഘാടനം ചെയ്യാനൊക്കെ പോകുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ അടുത്തിരുന്നപ്പോൾ ചോദിച്ചു, അതും ഇതും നമ്മൾ വ്യത്യാസം എന്നാണ്. അപ്പോൾ പറഞ്ഞു, ഹിയർ ദർ ഈസ് ഫ്രീഡം, ദർ മറ്റിടത്ത് ഭയമായിരുന്നു, ഫിയർ ഈസ് റീപ്ലേസ് ബൈ ഫ്രീഡം. കാരണം ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ വളരാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ സെക്കൻഡ് ടയർ തേർഡ് ടയർ ലീഡർഷിപ്പ് വളരെ സ്ട്രോങ്. 50 വയസ്സിൽ താഴെയുള്ളവരാണ് വിഷ്ണുനാഥ്, പിന്നെ ലിജു, മാത്യു കോഴനാടൻ, VT ബൽറാം, അങ്ങനെ ഒരു നിര തന്നെ ഉണ്ട്. പിന്നെ ജെവി മേത്തർ, അങ്ങനെ ഒരു നിരയുണ്ട്. 40 വയസ്സിൽ താഴെയുള്ളവരാണ് ചാണ്ടി ഉമ്മൻ തൊട്ട് ഷാഫി തൊട്ട്, ഷാഫിക്ക് ഇപ്പം 40 വയസ്സായെന്ന് തോന്നുന്നു. ഈ ഒരു വലിയൊരു നിരയുണ്ട്. ഇപ്പോൾ KSUവിൻ്റെ പ്രസിഡൻറ്റ് കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും എന്ന് പറഞ്ഞു വന്നതല്ല. KSUവിൻ്റെ പ്രസിഡൻറ്റ് PhD എടുത്ത ആളാണ്. നിങ്ങൾ നേരത്തെ ഉള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രസിഡന്റ് ഓരോരുത്തരും എടുത്ത് നോക്കിയോ. പിന്നെ ഫസ്റ്റ് റാങ്ക് മേടിച്ച് പാസ്സായ ആളാണ് ആര്? ഡീൻ കുര്യാക്കോസ്, MG യൂണിവേഴ്സിറ്റിയിൽ ഹ്യൂമൻ റൈറ്റ്സിൽ. അപ്പം അത് കഴിഞ്ഞ എല്ലാവരും എന്താണെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു ക്വാളിറ്റി ആയിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന് ഇല്ലാതെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPMനെ സംബന്ധിച്ചിട്ട് CPM ഞാനൊക്കെ വളർന്നു വന്ന 80കളിൽ അല്ലെങ്കിൽ 70കളുടെ അവസാനം ഒരു ഡ്രീമുള്ള പാർട്ടിയായിരുന്നു. അപ്പോൾ CPM നോക്കുമ്പോൾ ഞങ്ങളൊക്കെ കാണുമാരാണ് സുരേഷ് കുറുപ്പ് അല്ലെങ്കിൽ CP ജോൺ, പണ്ട് TJ ആഞ്ചലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ CPMൽ വളർന്നു വന്ന ആ ഒരു ക്വാളിറ്റി ഇപ്പോഴാരാ നോക്കുന്നത്? ഞാൻ എൻ്റെ സംസ്കാരം ആ വാക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നില്ല. SFIയുടെ പ്രസിഡൻറ്റ് പിന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ AISF നേതാവിനെ വിളിച്ച കാര്യം നമ്മളോട് പറയുന്നില്ല. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി എല്ലായിടത്തും പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതിൻ്റെ CPM എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മോണോലിതിക് പാർട്ടിയേ അല്ല. ജനങ്ങളെ ഭയപ്പെടുത്താനും നേതാക്കൾക്ക് കൂടുതൽ ശക്തി കിട്ടാൻ ഈ ഗുണ്ടകളെ ഒപ്പം നിർത്തി, ഗുണ്ടകളെ പരിശീലിപ്പിച്ച് ഗുണ്ടകളെ പാർട്ടി മെമ്പർമാരാക്കിയതിൻ്റെ ഒരു പരിണിത ഫലമാണോ? അതിൻ്റെ പരിണിത ഫലമാണ്. പണ്ട് നമ്മൾ നോക്കണം, മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ നന്നായി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് റാങ്ക് മേടിച്ച CP ജോൺ, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയുന്ന ഓരോരുത്തരെയും നോക്കുക. സുരേഷ് കുറുപ്പ് ഏറ്റവും മികച്ച പിന്നെ പാർലമെൻറ്റേറിയനും MLAയും വായിക്കുകയും എഴുത്തുകയൊക്കെ ചെയ്യുന്ന, അവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഒരു ചാട്ടം എന്താണ്, അച്ഛനില്ല നേരത്ത് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സംസ്കാരം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സുരേഷ് കുറുപ്പോ CP ജോണോ ഒക്കെ അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ആ ഒരു ഡീജനറേഷൻ പറ്റിപ്പോയി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലുംപനൈസേഷൻ എന്ന് പറയും. ലുംപൻ എലമെൻറ്റ്സ് കൂടി പിന്നെ ബൗദ്ധിക നിലവാരം വളരെ കുറഞ്ഞ നേതൃത്വത്തിൽ വന്ന ഒരു ശിഥിലീകരണമാണ്, അതോ അവരുടെ ഒരു നിലവാര തകർച്ചയാണോ? അല്ല, പ്രധാനമായിട്ടുള്ള കോൺട്രഡിക്ഷൻ ആണല്ലോ. ഈ 1970കളിൽ 80കളിലൊക്കെ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ആളാണ്. മാർക്സിസ്റ്റ് ഡ്രീം പഠിച്ചിട്ടുള്ള ആളാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ എന്നൊരു നാടുണ്ടേ, ഇതൊരു സ്വർഗരാജ്യം എന്ന് പറഞ്ഞ് പരത്തിയൊരു സമയമാണ്. എൻ്റെ കൊച്ചുനാളിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന കളർ മാസികയാണ്. അത് വെച്ചാണ് വസ്ത്രങ്ങളും ഒക്കെ കണ്ട് അതൊക്കെ ഈ സോവിയറ്റ് നാട് വെച്ച് ഞങ്ങൾക്ക് സ്ഥിരം കിട്ടുമായിരുന്നല്ലോ. പുസ്തകം പൊതിയുന്നത് സോവിയറ്റ് നാട് വെച്ചാണ്. അതുപോലെ ഈ പ്രഭാത് ബുക്സ് ഹൗസ്, ഈ പ്രോഗ്രസീവ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് വളരെ വളരെ വില കുറച്ച് പിന്നെ ഈ റഷ്യൻ സാഹിത്യം കിട്ടും.
അപ്പോൾ ഇതൊക്കെ വായിച്ചു വളർന്ന നമ്മളൊരു തലമുറ. അതിനോട് മത്സരിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് മെയ്സും യൂണിഫോമും വസ്ത്രങ്ങളൊക്കെ അവരെത്തിക്കുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഗോതമ്പുണ്ടല്ലോ, ഈ ഞങ്ങളൊക്കെ സ്കൂളിൽ മെയ്സ് ഉണ്ട്, ചോളം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വരുന്ന ആ സാധനം ഞങ്ങൾ 4ാം ക്ലാസ്സിലൊക്കെ 3ാം ക്ലാസ്സിലൊക്കെ ഈ അമേരിക്കൻ ചോളവും കഴിച്ചിട്ടാണ് CRSഉം യൂണിസെഫും കെയറും ഒക്കെ വഴി കൊണ്ടുവരുന്ന ആ സാധനമാണ് നമ്മളൊക്കെ കഴിച്ചത്. ഇതിൻ്റെ ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൊത്തത്തിൽ പറ്റി 1991 ശേഷം 2 അപജയം പറ്റി. ഒന്നാമതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ കോൺട്രഡിക്ഷൻസ് കൂടി, മിഡിൽ ക്ലാസ് ഒരു മെൻറ്റാലിറ്റി കൂടി. ഇപ്പം പണ്ട് ഈ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കർഷക തൊഴിലാളികളെ കൊണ്ടാണ്. 1950കളിലും 60കളിലും കർഷക തൊഴിലാളികൾ, പിന്നെ അതുപോലെ കശുവണ്ടി തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, നെൽകൃഷിക്കാർ, അത് ഇങ്ങനെ ആ ഒരു തൊഴിലാളി വർഗം, പ്രത്യേകിച്ച് ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരും ഭൂമി കുറഞ്ഞ മറ്റാളുകളും. പക്ഷേ പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 1990കൾക്ക് ശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സർവീസ് സംഘടനകൾ കൂടി. അതായത് ഈ എന്താ പറഞ്ഞാൽ ലെവി കൊടുക്കുന്ന ആളുകൾ കൂടി. അല്ല, മറുവശത്ത് ഈ ഭൂപരിഷ്കരണമല്ലേ CPM ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേരർത്ഥം. കാരണം അതിലൂടെ ഒരുപാട് മിഡിൽ ക്ലാസ് സൃഷ്ടിക്കും. സത്യം പറഞ്ഞാൽ ഭൂപരിഷ്കരണത്തിൻ്റെ അത് ഭൂമി ഇല്ലാത്തവർക്കാർക്കും ഭൂമി കിട്ടിയില്ല. ഭൂപരിഷ്കരണം 1956 ഉണ്ടാക്കി. അത് പിന്നെ വന്നത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊക്കെ ലക്ഷം വീടായിട്ട് മാറിയത്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ ഇത് C അച്യുതമേനോൻ്റെ കാലത്താണ് 20 കൊല്ലം എടുത്ത് ഓൾമോസ്റ്റ് ഇത് നടപ്പാക്കാൻ. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഭൂമിയില്ലാത്തവർക്കാർക്കും ഭൂമി കിട്ടിയില്ല. ഇപ്പോഴും 3.5 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമിയില്ല. അതൊരിടത്ത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ 1990കൾ കഴിഞ്ഞുകൊണ്ട് കേരളത്തിലെ സാമ്പത്തിക വളർച്ച വരികയും കൃഷി എന്ന് പറയുന്ന സാധനം നിർത്തുകയും റബ്ബറിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ കർഷക തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പതിയെ ഇല്ലാതായി. രണ്ടാമത് വിദേശത്തേക്കുള്ള കെട്ടിടങ്ങളല്ല, റിയൽ എസ്റ്റേറ്റായി. റിയൽ എസ്റ്റേറ്റ് ബിൽഡിങ്ങും അർബനൈസേഷനും കേരളത്തിൽ കൂടി. അതൊരു വിദേശത്തേക്കുള്ള കുടിയേറ്റത്തിന് ഭയം. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വർക്കിംഗ് ക്ലാസ് ഒട്ടുമില്ലാത്തൊരു പാർട്ടിയാണ്. ഇനി അവരെ വേണമെങ്കിൽ നമ്മൾ ബംഗാളിൽ നിന്ന് ഇവിടെ എത്തിയവർ, ബീഹാറിൽ നിന്ന് എത്തിയവർ, അവരെല്ലാം സീസണൽ ആളുകളാണ്. അവർക്ക് ബംഗാളിൽ നിന്നുള്ളത് ഒരിക്കലും CPM വിചാരത്തില്ല. കാരണം അതിൻ്റെ 30 കൊല്ലം കൊണ്ട് പരിചയൻ്റെ ദുരിതം അനുഭവിച്ചിട്ടാണ് അവിടെ ജോലിയില്ലാതെ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം നമ്മൾ 10 കൊല്ലം ആയപ്പോഴത്തേന് ഇവിടുന്ന് ആൾക്കാർ പലയിടത്ത് ബംഗാളിലോട്ട് പോവുക ജോലിക്ക്, മിഡിൽ ക്ലാസ്. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിന് കോൺട്രഡിക്ഷൻ ഇല്ലാത്തതിൻ്റെ കാര്യം, കോൺഗ്രസ്സിൽ ഇന്ന് ഒരുപാട് മധ്യവർഗ്ഗക്കാരാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനകത്ത് ആ കോൺട്രഡിക്ഷൻ ഇപ്പോഴും ഇല്ല. CPMൻ്റെ അത് വർക്കിംഗ് ക്ലാസ് ആയിരുന്നു. കേരളത്തിലെ വർക്കിംഗ് ക്ലാസ് ഇല്ല ഇപ്പോൾ. ഈ നമ്മൾ ഈ സാംസ്കാരിക നായകരെന്നൊക്കെ പറയുന്നവരെന്താണ്, കുറച്ച് കോളേജ് അധ്യാപകർ, മലയാളം മാഷന്മാർ, പെൻഷൻ പറ്റി വേറെ ജോലിയൊന്നുമില്ല. സത്യാവസ്ഥ പറയാണ്. ഇവരൊന്നും വലിയ വൻകിട എഴുത്തുകാരുമല്ല, ഇൻസ്പയർ ചെയ്യുന്ന എഴുത്തുകാരുമൊന്നുമല്ല. നമ്മൾ ഒരു ഇന്ത്യൻ നിലവാരത്തിൽ പോലും ഉള്ള വലിയ എഴുത്തുകാർ വളരെ വിരളി ചുരുക്കാൻ പേര് ഉള്ളവർ. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം സർവീസ് സംഘടനകളുടെയും AKPCTA പോലുള്ള സംഘടനകളുടെയും ഒക്കെ ലെവി കൊടുത്ത ആളുകളാണ്. അവർക്കൊക്കെ ഓരോ സ്ഥാനങ്ങൾ കൊടുത്ത് ഇതൊരു ഇൻട്രസ്റ്റ് നെറ്റ്വർക്കായിട്ട് മാറി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് CPMൻ്റെ അടിത്തറ ഇളകി. എഴുതി വെച്ചു ഇത് പിന്നെ ഈ G സുധാകരൻ മാത്രമല്ല പോയത്. പക്ഷെ അവരുടെ ഒരു പ്രസ്ഥാനത്തെ കൂടുതൽ വാണിജ്യവൽക്കരിച്ച് അതിൻ്റെ ഉപസ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, കോർപ്പറേറ്റീവ് സെക്ടറിലുള്ള അനേക സ്ഥാപനങ്ങൾ, ഇതൊക്കെ നട്ടുനനച്ച് വളർത്തി അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് അതിലൂടെ ഒരുപാട് സഖാക്കൾ ജീവിക്കുന്നുണ്ട്. അതൊരു വലിയ നെറ്റ്വർക്ക്. അത് ഇൻസെൻറ്റീവ് നെറ്റ്വർക്കാണ്. ഇന്ന് കഴിഞ്ഞ 10 കൊല്ലം പിണറായിസം എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസം ഈസ് ആൻ ഐഡിയോളജിക്കൽ നെറ്റ്വർക്ക്. അവിടെ ഐഡിയോളജിക്കൽ കൺവിക്ഷൻ ഒരു ഡ്രീമുമാണ് വിൽക്കുന്നത്. പിണറായിസം എന്ന് പറഞ്ഞാൽ ഒരു ഇൻസെൻറ്റീവ് നെറ്റ്വർക്കാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ജോലി തരാം, പിൻവാതിൽ നിയമനം തരാം. നിങ്ങൾ നോക്ക്, ഇവിടെ മറ്റൊരു AKG സെൻറ്ററിൻ്റെ അടുത്ത് 10 12 നിലയിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി ഈ പാർട്ടി. അതിൻ്റെ മേളിൽ ഒരു അരിവാൾ ചുറ്റിക ഇങ്ങനെ കറങ്ങും. ഇല്ല, ചില പള്ളികളുടെയൊക്കെ മേളിൽ
ഈ കുരിശ് തിളങ്ങുന്ന പോലെ ഒരു ന്യൂൺ അരിവാൾ ചുറ്റുക ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ പാർട്ടിയുടെ കോൺട്രഡിക്ഷൻ. നിങ്ങൾ ഈ പണ്ട് പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം ഒരു ഗവേഷണ സ്ഥാപനം വേണമെന്ന് പറഞ്ഞ് AK ആൻ്റണിയുടെ സമയത്ത് പതിച്ചു കൊടുത്ത സ്ഥലവും ഇപ്പോഴുണ്ടാക്കിയ ഹർമ്മ്യം എന്ന് വെച്ചാൽ വാട്ട് എ ബിൽഡിങ്. ഇതുപോലെ ഒരു ബിൽഡിങ് വേറെ ഉള്ള BJPക്ക് മാത്രമാണ്. ഇവിടെ ഡൽഹിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് BJPയുടെയാണ്. അത് കഴിഞ്ഞ് CPMൻ്റെ ഇവിടെയാണ്. നമ്മൾ നോക്കിയാൽ കാണാം, രാത്രിയിൽ നമ്മൾ അവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ചുമന്ന എന്നാണ്. അപ്പോൾ ആ ബിൽഡിംഗ് സിംബലൈസസ് ദ കോൺട്രഡിക്ഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് എത്ര മൊത്തം എയർ കണ്ടീഷൻ അതിൻ്റെ അകത്ത് എത്ര തൊഴിലാളി വർഗം കയറും? അത് മുതലാളി വർഗമാണ്, പ്രമുഖർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിണറായി വിജയന് ഒരു യാത്ര ചെയ്തല്ലോ, ഞാൻ കണ്ടതാണ് അടൂരും മറ്റിടത്തുമില്ല. ഏറ്റവും പ്രധാന എന്നെ വിളിച്ചു 2016 ഞാൻ പ്രമുഖനായിരുന്നു, അന്ന് പാർട്ടിയില്ലായിരുന്നു. പ്രമുഖന്മാരെല്ലാം വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കുക, അവർക്ക് ഊണ് കൊടുക്കുക, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗോട്ട് എലിനേറ്റഡ് ഫ്രം ദ വർക്കിംഗ് ക്ലാസ് ഐഡിയോളജി. അതാണ് CPMൽ പറ്റിയിരിക്കുന്ന കോൺട്രഡിക്ഷൻ. മറിച്ച് മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഒന്ന് RSS BJP പ്രതിരോധിക്കുക, അതിൻ്റെ ഭാഗമായി ചില സംഘടനകൾ, രക്തസാക്ഷിത്വങ്ങൾ, ഇതൊക്കെ പുതിയ ഒരു ആശയ സംഹിതയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഒടുവിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് വികസിത കേരളം, കേരളത്തിൻ്റെ വികസനത്തിന് ഞങ്ങളേ ഉള്ളൂ, മറ്റാരുണ്ട് എന്നുള്ളൊരു ചോദ്യം. ഇതൊക്കെ ഈ ഒന്നാമത് ഈ വികസനം എന്നൊക്കെ പറയുന്നത് ഉള്ള കാര്യം പറയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇത് വർക്കിംഗ് ക്ലാസ് ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടത്. വികസനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഓരോ വികസനവും നിങ്ങൾ എടുത്തു നോക്കും. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും മിക്കവാറും മെഡിക്കൽ കോളേജുകളും ഏറ്റവും കൂടുതൽ വന്നത് കമ്മ്യൂണിസ്റ്റ് കാലത്തല്ല, UDF കാലത്താണ്. ഇവിടെ മെട്രോ കൊണ്ടുവന്നത് വേണ്ട എന്ന് പറഞ്ഞ് ആദ്യം കർണാടക കാലത്ത് നമ്മൾ സിയാൽ എയർപോർട്ട് കൊണ്ടപ്പോൾ എൻ്റെ നെഞ്ചത്തൂടെ ഞാൻ എന്താ ഈ പ്ലെയിൻ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ ആൾ പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്നല്ലോ സിയാലിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഈ മെട്രോ കൊണ്ടുവരുന്ന കളിപ്പീരാണെന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്താ പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിനെതിരെ 6000 രൂപയുടെ അഴിമതി, 6000 കോടി രൂപയുടെ അഴിമതി. അത് മൊത്തം കൂടെ 6000 കോടി ഇല്ല, ഉമ്മൻചാണ്ടിക്കെതിരെ. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു, അഡാനിയുടെ കൂടെ പടക്കവും പൊട്ടിച്ച് ബലൂണും ഉയർത്തി ഇത് ചെയ്യുന്ന കോൺട്രഡിക്ഷൻ ഉണ്ട്. ഈ ഏറ്റവും വലിയ ഹയസ്റ്റ് കോൺട്രഡിക്ഷൻ എന്താണെന്നറിയോ? സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ദ മെക്ക ഓഫ് ദ ക്യാപിറ്റലിസം. നിങ്ങൾ കൊളോണിയൽ ക്യാപിറ്റലിസത്തിൻ്റെ, അഡ്വാൻസ് ക്യാപിറ്റലിസത്തിൻ്റെ മെക്ക എവിടെയാണ്? ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മുടെ എന്താ ഐഡിയോളജിക്കൽ വിശാരദൻ എൻ്റെ സുഹൃത്ത് തോമസ് ഐസക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടെ പോയി അവിടെ മണി അടിച്ച്, എന്നിട്ട് മസാല ബോണ്ടിയിൽ നിന്ന് കടം മേടിച്ച് 9% കടം മേടിച്ച പൈസ 8% ഇവിടെ കൊണ്ടിട്ടു. ഇതുപോലുള്ള ദാറ്റ് ഇസ് എ തിങ്, ഇതിപ്പം കമ്മ്യൂണിസവും മാർക്സിസവും മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കേരളത്തിലില്ല. ആ വലിയ ബിൽഡിങ് അതിൻ്റെ നേരെ ഘടക വിരുദ്ധമാണ്. എന്താ പറഞ്ഞാൽ അത് കമ്മ്യൂണിസമോ അല്ല മാർക്സിസമോ അല്ല. ആ ബിൽഡിംഗ് ആയിരിക്കും ഈ സാധനം എല്ലാം തീർന്നു കഴിഞ്ഞ് ഉണ്ടായിരിക്കുന്ന കാര്യം എന്തറിയോ? കൈരളിയുടെ ബിൽഡിംഗ് ആണ്, ഈ ഇവിടുത്തെ ബിൽഡിംഗ് ആണ്, AKG എന്താ പറഞ്ഞാൽ ദേശാഭിമാനിയുടെ ബിൽഡിംഗ് ആണ്. കേരളത്തിൽ മൊത്തം കുറേ ബിൽഡിംഗ് ഉണ്ടായിരിക്കും, അതിൻ്റെ വാടകയൊക്കെ മേടിച്ച് കുറച്ച് ലെവി മേടിച്ച് ജീവിക്കും. അതാണിപ്പം ബംഗാളി സംഭവിച്ചിട്ടുണ്ട്. 10 പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇതൊക്കെ ഒരു അസ്ഥിപഞ്ജരം പോലെ ഇങ്ങനെ നിൽക്കുമല്ലോ, ഓർമ്മപ്പെടുത്തലായി എന്നാണോ അങ്ങ് കരുതുന്നത്? ഞാൻ സോവിയറ്റ് യൂണിയനിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. നിങ്ങൾ റഷ്യയിൽ ചെന്നാലും ഇതുപോലെ കസക്കിസ്ഥാൻ, ടർക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാനിൽ ചെന്നാലും ഈ ഗോസ്റ്റ് ടൗണുകൾ ഒരുപാട് കാണാം. ഇതിപ്പറ്റി എന്താ പറഞ്ഞ വെച്ച പോലെ 30 എന്താ പറയുക ഒരേ മോഡലിലുള്ള അവിടെ ആരും താമസിക്കുന്നില്ല. അതുപോലെ ഇപ്പം നിങ്ങൾ ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ പാർട്ടി ഓഫീസുകൾ പലയിടത്തും ഉണ്ട്, പാർട്ടിയില്ല. ആ അവസ്ഥ വരുന്നതിൻ്റെ കാര്യം ഈ കോൺട്രഡിക്ഷൻ. ബംഗാളിലെ പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നു വാർത്തയിൽ കൊടുക്കും. ഇത് കൊടുക്കാമല്ലോ. എനിക്കിത് സംശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതൊരു സ്റ്റാർ ഹോട്ടലാക്കാം, കുറച്ചൊരു 4 സ്റ്റാർ ഹോട്ടലെങ്കിലും ആക്കാം. കാരണം നല്ല
നല്ല ലൊക്കേഷൻ, പ്രൈം പ്രോപ്പർട്ടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഇപ്പം ചെന്നെത്തിയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ കോൺട്രഡിക്ഷൻ ആണ് ഇപ്പോൾ കാണുന്ന കണ്ണൂരെ തൊട്ട് ഈ തിരുവിതാംകൂർ തൊട്ട് എല്ലായിടത്തും വന്നിരിക്കുന്ന പ്രശ്നം. മറുവശത്ത് നമ്മൾ കോൺഗ്രസിനെ നിരീക്ഷിക്കുമ്പോഴും അത് വെറും ഒരു ആൾക്കൂട്ടം മാത്രമല്ലേ, അവർക്കെന്ത് സാമൂഹിക ഉത്തരവാദിത്വം, അവർക്കെന്ത് ലക്ഷ്യബോധം, ഏകീകൃത ഭാവം. കോൺഗ്രസ് 1920 തൊട്ട് കോൺഗ്രസിൻ്റെ ആൾക്കൂട്ടം ഉണ്ടല്ലോ. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ AICC സമ്മേളനത്തൊക്കെ 50,000 പേരുണ്ടായിരുന്നു അന്നും. ഈ നിങ്ങൾ പിന്നെ പിന്നാലെ പായുന്ന ഒരു കൂട്ടം ദണ്ഡി മാർച്ചിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ പ്രശ്നം കോൺഗ്രസിൻ്റെ അകത്ത് ആൾക്കൂട്ടം വരുന്നു എന്നുള്ളതാണ്. അത് ആൾക്കൂട്ടം ഉണ്ടല്ലോ അവിടെ. അതിപ്പം പിന്നെ രാഹുൽ ഗാന്ധി പോയിടത്തെല്ലാം ഈ എന്താ പറഞ്ഞ ഭാരത് ജോഡോ യാത്ര നടത്തിയിടത്തെല്ലാം ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മോശം സംഭവം ആണ് എന്നുള്ള ധാരണ തെറ്റാണ്. ഒന്ന്, ആൾക്കൂട്ടം അല്ല, ഈ ആൾക്കൂട്ടത്തിൽ നിന്നൊരു കൂട്ടായ്മ രൂപപ്പെടുത്തി വന്നു. ആൾക്കൂട്ടത്തിൽ നിന്നൊരു കൂട്ടായ്മ, അതാണ് കോൺഗ്രസ്. അതായത് ആൾക്കൂട്ടത്തിനിടയ്ക്ക് നിന്ന് ഒരു കമ്മ്യൂണിറ്റി ഹാസ് ഡെവലപ്ഡ്. പക്ഷെ അതിനൊരു ഘടനാപരമായ സ്വഭാവം കൂടി വേണമല്ലോ. ഘടനാപരമായ സ്വഭാവം ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ കേരളത്തിൻ്റെ എന്താ പറഞ്ഞാൽ ഈ ഒരു AICC ഹൈക്കമാൻഡ് ഉള്ളത് കൊണ്ടാണല്ലോ സീറ്റ് നിർണ്ണയം അവിടെ വെച്ച് നടത്തുന്നത്. അവരാണല്ലോ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും ചോദിക്കില്ല മുഖ്യമന്ത്രി ആരാന്ന്. കോൺഗ്രസ് ആസ് എ സിസ്റ്റം, അത് ഞാൻ പറഞ്ഞല്ല, കോൺഗ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് പറഞ്ഞു. അല്ല, അവിടെ ഒരു തകരാറില്ലേ? ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ആംഗ്ലയും പെങ്ങളും ഒരു അമ്മയും പറയരുതേ. ഇന്ന് ഇന്ത്യയിൽ ഒരു ദളിത് ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് പിന്നെ AICC-യുടെ. ഇന്നലെ ഖാർഗെയാണല്ലോ വന്നത്. അതെ. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി എത്രയോ വർഷമായിട്ട് പരിണിതപ്രജ്ഞനായ നേതാവാണ്. അതിനു മുമ്പ് എത്രയോ പേര് ജഗജീവൻ റാം തൊട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്ര ദളിതർ അതിൻ്റെ പാർട്ടി സെക്രട്ടറി ആയി. CPM-ൻ്റെ എല്ലാവരും ബ്രാഹ്മണരല്ലേ ആയിട്ടുള്ളത്. ഇപ്പോഴാണ് MA ബേബി ആയത്. ഒരു ബ്രാഹ്മണനല്ലാത്ത എല്ലാവരും അതെ ഇതാണ്. ഇവരുടെ മുഖ്യമന്ത്രിമാരൊക്കെ ആരായിരുന്നു മൊത്തത്തിൽ? ഈ വന്യവയോധികന്മാരായ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. പിന്നെ ജ്യോതിബാസു മാത്രം ഭരിച്ചു. മറ്റിടത്ത് ആരും ഭരിച്ചു? ത്രിപുര ഒരാൾ മാത്രം, ഇവിടെ ഒരാൾ മാത്രം. അതെന്ന് പറഞ്ഞാൽ പഴയ സ്റ്റാലിനിസത്തിൻ്റെ ഒരു രൂപമാണ്. അവിടെ ഡെമോക്രസി. കോൺഗ്രസിൻ്റെ അകത്ത് എന്തായാലും 3-4 പേര് എങ്കിലും മുഖ്യമന്ത്രി ആകാൻ കോമ്പറ്റൻസ് ഉള്ളവരുണ്ടല്ലോ. ഇതെന്ന് വെച്ചാൽ ഒരാളേ ഉള്ളൂ. കോമ്പറ്റൻസ് ഇല്ലെങ്കിലും തമ്മിലടിക്കുന്നുണ്ട്. തമ്മിലടിക്കുക എന്നുള്ളതല്ല. മറ്റാൾ തമ്മിലടിച്ചാൽ കൊല്ലം കുത്തി കാര്യം തീർത്തു കൊടുക്കും. മനസ്സിലായില്ലോ? ചോദ്യം ചോദിച്ചാൽ കൊല്ലം കുത്തി എന്ന് വിളിക്കും. പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, മറ്റേ വർത്തമാനം പറയും. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെഗോഷിയേറ്റഡ് സ്പേസ്. കോൺഗ്രസ്സിൽ 1907 സൂററ്റിൽ വെച്ച് ഉള്ള ഒരു AICC-യുടെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ മതി. അന്ന് 2 പൂനാക്കാർ തമ്മിലായിരുന്നു പ്രശ്നം. ബാലഗംഗാധര തിലകും ഗോപാലകൃഷ്ണ ഗോഖലെയും. അന്ന് ഈ പ്രശ്നം എല്ലാം ഉണ്ടായി. അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെഗോഷിയേറ്റഡ് സ്പേസ്. ഇറ്റ് ഈസ് നോട്ട് എ ടോപ്പ് ഡൗൺ സെൻട്രലൈസ് സ്പേസ്. അതാണ് കമ്മ്യൂണിസം. അത് ഗാന്ധിയുടെ കാലത്തും ഗാന്ധിയും നെഹ്റുവും തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഗാന്ധി നെഹ്റുവും 1926, 27, 28 വലിയ അഭിപ്രായ വ്യത്യാസമാണ്. എന്നിട്ട് 29 ആരാണ് പിന്നെ നെഹ്റുവിനെ AICC-യുടെ പ്രസിഡന്റായിട്ട് 40 വയസ്സിൽ നോമിനേറ്റ് ചെയ്ത്? ഗാന്ധിയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ DNA-യിലുള്ളതാണ് ഇറ്റ് ഈസ് എ നെഗോഷിയേറ്റഡ് സ്പേസ് ആൻഡ് ഇറ്റ്സ് എ നെറ്റ്വർക്ക്. ഇറ്റ്സ് നോട്ട് എ സെൻട്രലൈസ്ഡ് എന്താ പറഞ്ഞ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കുലങ്കത്തികളില്ലാത്തത്. നിങ്ങൾ കോൺഗ്രസിൽ ആക്റ്റീവാണ്, വെൽക്കം. നിങ്ങൾക്ക് പ്രവർത്തിച്ച് നിങ്ങൾക്ക് സീറ്റ് കിട്ടാം, കിട്ടാതിരിക്കാം. പക്ഷേ ചിലരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ കയറി വരാൻ പറ്റും. ഒന്നുകിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ശിങ്കടി ആയിരിക്കണം, അല്ലെങ്കിൽ അതൊന്നുമല്ല. നിങ്ങൾ ഇവിടുത്തെ നിങ്ങൾ തന്നെ ആണല്ലോ പറഞ്ഞത്, ചെറുപ്പക്കാർ പിന്നെ ഓരോരുത്തരെ എടുത്തു നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് ഇത്രയൊക്കെ ആയിട്ടും ഈ പിന്നെ വിഷ്ണുനാഥും ലിജുവിന് അവസരം കൊടുത്തു, അതുപോലെ കൊഴുനാടന്. ഇവരൊക്കെ നേതാക്കളുടെ അനുയായികളായി കയറി വന്നതാണ്. എൻ്റെ സാർ, നേതാക്കൾ ഉണ്ടായതുകൊണ്ടല്ലേ അനുയായികളുള്ളേ? നേതാക്കൾ എന്തായാലും അനുയായികളില്ലാത്ത നേതാക്കളുള്ള പാർട്ടിയല്ലല്ലോ ഇത്. ഇവിടെ മറ്റിടത്തെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരാൾ മാക്സിമം ലീഡർ.
ഇവിടെ ഒന്നുമില്ലേ 3-4 നേതാക്കന്മാരുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരാളുടെ കൂടെ എന്നാൽ മതിയല്ലോ. അതെ അതെ. ഇവിടെ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ, ഒരൊറ്റ നേതാവ്. നിങ്ങൾക്ക് ആ നേതാവിൻ്റെ ഇഷ്ടഭാചനം അല്ലെങ്കിൽ സീറ്റില്ല. നമ്മുടെ തോമസ് ഐസക്കിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലയോ? കഷ്ടം തോന്നും. ജി സുധാകരൻ മറുതടിച്ച് പുറത്തിറങ്ങിയാൽ വർഗ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഗുഡ് ബുക്കില്ലേ ഞാൻ നിങ്ങളെ അവഗണിക്കും. അവഗണിച്ച് ആദ്യം വിരട്ടി നിർത്തും. നിർത്തിയില്ലെങ്കിൽ പിന്നെ കുലം കുത്തിയെന്ന് വിളിക്കും. അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങിയവർ മറ്റൊരു സൂചനയാണോ? അപ്പോൾ ഈ പാർട്ടിയുടെ അപജയത്തിൻ്റെ ഒരു സൂചനയാണോ? ഈ പാർട്ടിയുടെ എഴുതി വെച്ചോ ഇത് നിങ്ങളോട്ട് ഞാൻ പബ്ലിക് പറയാം. ഈ പാർട്ടിയുടെ ഐഡിയോളജിക്കൽ അടിത്തറ എന്നേ തകർന്നു. ഇറ്റ് ഹാസ് നത്തിങ് ടു വിത്ത് കമ്മ്യൂണിസം നോർ മാർക്സിസം. വർക്കിംഗ് ക്ലാസ് ബേസിസ് ഇല്ല. ഈ സർവീസ് സംഘടനകളാൽ ഡൊമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. കഴിഞ്ഞ 10 വർഷം പിണറായിയുടെ ഗവർണൻസ് നോക്കിയാൽ ഇൻസെൻറ്റീവ് നെറ്റ്വർക്ക് ബിൽഡപ്പ് ചെയ്തൊരു ഇതാണ്. എനിക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അല്ലാതെ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ അറിയാം. അതുകൊണ്ട് തന്നെ CPM അൺഫോർച്ചുനേറ്റ്ലി അത് നടക്കാൻ പാടില്ലാത്തതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. പക്ഷേ ഒരു കാര്യം പറയുമ്പോൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് കാര്യം ചെയ്യുകയും ചെയ്താൽ അങ്ങനൊരു പ്രസ്ഥാനത്തിന് എപ്പോഴും നിൽക്കാനൊക്കില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭയങ്കര നല്ല സാധനമൊന്നും എനിക്ക് അഭിപ്രായമില്ല. സെൽഫ് റൈറ്റേഴ്സ്നെസ് ഒന്നുമില്ല. കോൺഗ്രസിൻ്റെ അകത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അത് ആദ്യം പറയുന്ന ആരായിരിക്കും എന്നറിയോ? കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കും. കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാരെ വിമർശിക്കും. ഇത് സ്വയം വിമർശനത്തിലൂടെ കറക്റ്റ് ചെയ്യപ്പെടുന്ന ഓവർ എ പീരീഡ് അങ്ങനെ ഒരു മെക്കാനിസമാണ് കോൺഗ്രസ്. ഓർഗാനിക് മെക്കാനിസം ഉണ്ട് അല്ലേ? ഏത് കോൺഗ്രസിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ട്. ഇൻബിൽറ്റ് ഓർഗാനിക് മെക്കാനിസം ഉണ്ട്. അതിൻ്റെ അകത്ത് ഭയങ്കര ടോളറൻസ് ലെവലാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസ്സിൽ സഹിക്കും. ഈ വെൻ ഇറ്റ് കംസ് ടു ബിക്കം പാർട്ടിക്ക് എതിരാകുമ്പോഴില്ലേ പ്രശ്നം. സാധാരണ അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസ്സിൽ ഒരു വലിയ പരിധി വരെ ടോളറേറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടല്ലേ നമ്മളെല്ലാം കോൺഗ്രസ്സിലുള്ളത്. നോട്ട് ബിക്കോസ് അതിൻ്റെ അകത്തൊരു സെൻസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഒരു എന്താ പറഞ്ഞാൽ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവും അഭിപ്രായവും ഉൾക്കൊള്ളുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. അല്ലെ കോൺഗ്രസ് എന്നേ പോയിനെ. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ ജയസ് അടൂർ. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഇനി ഒരു കാര്യം പറയാം. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് നമുക്കതിലേക്ക് സെക്കൻഡ് പാർട്ടായിട്ട് വരാം. ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം. അല്ല, സെക്കൻഡ് തേർഡായിട്ടൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഇതൊരു ഇൻ്റലക്ച്വൽ. വളരെ നന്ദി ശ്രീ ജയസ് അടൂർ. നന്ദി. നമസ്കാരം.